കാലടി സംസ്കൃത സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമായി എന്ന വിവരം വരുന്നു. സർവകലാശാലയ്ക്ക് പ്ലാൻ ഫണ്ട് അനുവദിച്ച് സർക്കാരിന്റെ ഉത്തരവ് വന്നു. സർക്കാർ തടഞ്ഞുവെച്ച 2.62 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. 24 ഇമ്പാക്ട്. നിതിൻ അംബുജനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, പറയൂ. സ്മിത, കാലടി സർവകലാശാല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ട് സർക്കാർ നേരത്തെ തടഞ്ഞു വെച്ചിരുന്നു. ഇതിനെ തുടർന്ന് സർവകലാശാലയുടെ പ്രവർത്തനമാകെ താളം തെറ്റുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാർത്ത 24 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നു. കാലടി സർവകലാശാലയ്ക്ക് 2.62 കോടി രൂപയുടെ പ്ലാൻ ഫണ്ട് അനുവദിച്ച് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. നേരത്തെ ധനകാര്യ വകുപ്പ് നേരത്തെ തന്നെ സർക്കാർ ഈ ഒരു ഫണ്ട് അനുവദിച്ചിരുന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടായിരുന്നു ഈ ഫണ്ട് തടഞ്ഞിരുന്നത്. വിരമിച്ച അധ്യാപകന് മുൻകാല പ്രാബല്യത്തോടെ തന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്ന് സർവകലാശാലയോട് നേരത്തെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു പ്ലാൻ ഫണ്ട് തടഞ്ഞു വെച്ചൊരു നിലയുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ അധ്യാപക സംഘടനകളും ഉയർത്തിയിരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ ഇപ്പോൾ സർക്കാർ ഈ ഒരു പ്ലാൻ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് 2.62 കോടി രൂപ അനുവദിച്ചപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. സ്മിത.